ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ 3ാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത്. ഇതുവരെയുള്ള 3 വീഡിയോസ് കാണാത്തവർ എന്തായാലും പോയിട്ട് കാണാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പര്യായ പദങ്ങൾ സമാനാർത്ഥങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 8ാമത്തെ ചാപ്റ്ററും 9. മഞ്ഞുപോലെ വെളുത്ത 2 ആട്ടിൻകുട്ടികൾ തള്ളയുടെ മുമ്പിലും പിമ്പിലുമായി മുട്ടി ഉരുമ്മി നടന്നു. കുട്ടികൾ വഴി തെറ്റിപ്പോകുമോ എന്ന വേവലാതി കൊണ്ട് തള്ള നടത്തത്തിന് വേഗം കുറച്ചു. ഇടയൻ അവയെ നിയന്ത്രിച്ചുകൊണ്ട് പിന്നാലെ നടന്നു. ബിംബിസാര രാജാവിൻ്റെ യാഗശാലയിലേക്കാണ് ആ യാത്ര. ബുദ്ധൻ ആടുകളുടെ അടുത്തെത്തി. പിന്നിൽ നടന്നിരുന്ന ആട്ടിൻകുട്ടിക്ക് മുടന്തുണ്ടായിരുന്നു. കുസൃതിക്കാരനായ ആട്ടിൻകുട്ടിയാണ് മുന്നിൽ നടന്നിരുന്നത്. ബുദ്ധൻ മുടന്തുള്ള ആട്ടിൻകുട്ടിയെ തോളിലേറ്റി. കുസൃതിക്കാരനെ തന്നോട് ചേർത്തു നടത്തി. അത് അനുസരണയോടെ അദ്ദേഹത്തോടൊപ്പം നടന്നു. യാഗത്തിൽ ബലിയർപ്പിക്കാനുള്ള ആടുകളായിരുന്നു അവയെല്ലാം. അപ്പം നിങ്ങൾക്കറിയാം, ബുദ്ധൻ അവിടെ ചെയ്തത് എന്താണ്? ആട്ടിൻകുട്ടികളോട് ദയ കാണിച്ചു. ബലിയർപ്പിക്കാൻ തന്നെ ആടുകളായിരുന്നു അത്. അടുത്തത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യറിൻ്റെ കവിതയാണ് ഐക്യഗാഥ. നിങ്ങൾ ചെയ്യേണ്ടത് കവികളുടെയും അവരുടെ കൃതികളുടെയും പേര് എഴുതി വെക്കണം കേട്ടോ. നിങ്ങൾക്ക് കവിത ഓരോ വരികളും നോക്കാം. പദശേഖരമുണ്ട്. ഉരക്കുക, ഒന്നാമത്തേത് ഉരക്കുക, പറയുക. അപ്പോൾ ഐക്യഗാഥ. ഗാഥ മീൻസ് പാട്ട്. ഐക്യം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്. അപ്പോൾ ഒരുമിച്ചുള്ള പാട്ട് അല്ലെങ്കിൽ ഒത്തുചേർന്നുള്ള പാട്ടാണ് ഐക്യഗാഥ. ഗാഥ പാട്ട് എന്നുണ്ട്, കവിത എന്നുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഗാഥ. ദെൻ അടുത്ത വേർഡ് മർമ്മരം. നമ്മൾ പറയാറുണ്ട് ചെടികളൊക്കെ മർമ്മരം. പിറുപിറുക്കുക അല്ലെങ്കിൽ ചെറിയ ശബ്ദത്തിൽ സംസാരിക്കുക. ആഴി. ആഴി മീൻസ് കടൽ, സമുദ്രം, അങ്ങനെയുള്ളത് ആഴി. പിന്നെ സന്തതം, എപ്പോഴും കൂടെയുള്ളത്. സന്തത സഹചാരി എന്ന് പറയാറുണ്ടല്ലോ, അതേപോലെയുള്ള സന്തതം, എപ്പോഴും കൂടെയുള്ള, ഒരുപാട് സമയം കൂടെ ഉള്ളതാണ് സന്തതം. അടുത്തത് ഘോഷിക്കുക. ഘോഷിക്കുക മീൻസ് ഉച്ചത്തിൽ ഉറക്കെ പറയുക അല്ലെങ്കിൽ പ്രസംഗിക്കുക ഒക്കെയാണ് ഘോഷിക്കുക. ദെൻ ദുന്ദുബി. ദുന്ദുബി മീൻസ് സൂര്യൻ. ഇവിടെ സൂര്യനായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ പെരുമ്പറ വേണമെങ്കിൽ പറയാം. ഇവിടെ സൂര്യനാണ്. ദുന്ദുബി സൂര്യൻ. അടുത്തത് നാഗം. നാഗം മീൻസ് സ്വർഗം. ദെൻ ഊഴി. ഊഴി മീൻസ് ഭൂമി അല്ലെങ്കിൽ ലോകം. ഇപ്പം ഗാഥ എന്ന പാട്ട് അല്ലെങ്കിൽ കവിത. മർമ്മരം ചെറിയ രീതിയിൽ സംസാരിക്കുക. ആഴി കടൽ. സന്തതം എപ്പോഴും കൂടെയുള്ളത്. ഘോഷിക്കുക ഉച്ചത്തിൽ സംസാരിക്കുക. ദുന്ദുബി നമ്മൾ പറഞ്ഞു സൂര്യൻ. നാഗം സ്വർഗം. ഊഴി ഭൂമി അല്ലെങ്കിൽ ലോകം. അപ്പോൾ ഇത്രയാണ് ഐക്യഗാഥ എന്നുള്ള കവിതയിൽ നിന്നുള്ളത് കേട്ടോ. പദശേഖരം. അറിയാത്ത വാക്കുകൾ എന്തായാലും നിർബന്ധമായിട്ട് എഴുതി വെക്കുക. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുള്ളതുണ്ട്. നാഗൊക്കെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ള കാര്യമാണ്. മുൻപേ നടന്നയാൾ. തിരുവനന്തപുരത്തിനടുത്തുള്ള ചെമ്പഴന്തി ഗ്രാമത്തിലെ ഒരു കുടിപ്പള്ളിക്കൂടം. ചെമ്പഴന്തി മൂത്തപ്പിള്ള ആശാനാണ് അവിടെ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുത്തിരുന്നത്. നിലത്ത് വിരിച്ച മണലിലിരുന്ന് കുട്ടികൾ എഴുത്തും വായനയും അഭ്യസിച്ചു. അവർ 10-15 പേരുണ്ടായിരുന്നു. ഓരോ കുട്ടിയുടെയും പ്രത്യേകതകൾ അറിഞ്ഞ് ആശാൻ അവർക്ക് വഴികാട്ടി. കുടിപ്പള്ളിക്കൂടത്തിലെ മിടുക്കനായ കുട്ടിയായിരുന്നു നാരായണൻ. അവനെ കൂട്ടുകാർ സ്നേഹത്തോടെ നാണു എന്ന് വിളിച്ചു. ഗുരു ചൊല്ലിക്കൊടുത്ത പാഠങ്ങൾ നാണു പെട്ടെന്ന് പഠിച്ചു മനസ്സിലാക്കി. എത്ര ശ്രമിച്ചിട്ടും നാണുവിൻ്റെ ഒപ്പമെത്താൻ മറ്റു കുട്ടികൾക്കായില്ല. ഇങ്ങനെയായാൽ എന്തു ചെയ്യും? എല്ലാവർക്കും ഒരുപോലെ പാഠങ്ങൾ ചൊല്ലിക്കൊടുക്കണമെന്നാണ് ആശാൻ്റെ ആഗ്രഹം.
ഒരാൾ മറ്റുള്ളവരെക്കാൾ ഏറെ മുമ്പിൽ. ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ ഒക്കുമോ? ഗുരു പല വഴികളും ആലോചിച്ചു. ആശാൻ ഇല്ലാത്ത അവസരങ്ങളിൽ നാണു സഹപാഠികളുടെ അടുത്തു ചെല്ലും. പഠിച്ചുറച്ചതെല്ലാം സ്വന്തം രീതിയിൽ അവൻ അവരെ പഠിപ്പിക്കും. അവർ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങി. ആശാന് സന്തോഷമായി. അദ്ദേഹം നാരായണനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ നാണു ആ കൊച്ചു സംഘത്തിൻ്റെ നേതാവായി മാറി. പഠിപ്പിച്ചു കഴിഞ്ഞ് ആശാൻ ചോദ്യങ്ങൾ ചോദിക്കും. കുട്ടികൾ ഉത്തരം പറയണം. അതാണ് അവിടുത്തെ രീതി. എന്നാൽ നാരായണൻ എത്തിയതോടെ അതിന് മാറ്റം വന്നു. ഓരോന്ന് പഠിപ്പിച്ചു കഴിയുമ്പോഴും നാരായണന് സംശയമുണ്ടാകും. അവൻ ആശാനോട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കും. അദ്ദേഹം അതിനെല്ലാം മറുപടി നൽകും. കൂടുതൽ കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ നാരായണന് ഇതിലൂടെ കഴിഞ്ഞു. ആശാൻ മറ്റു കുട്ടികളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നാരായണൻ പുറത്തേക്കിറങ്ങും. ചുറ്റുപാടും എന്തൊക്കെയുണ്ട് കാണാനും പഠിക്കാനും നാരായണൻ്റെ ജിജ്ഞാസ വർദ്ധിച്ചു തുടങ്ങി. നാണു അവിടെയൊക്കെ ചുറ്റി നടക്കും. ഓരോന്നും നോക്കി ആലോചിച്ച് നിൽക്കും. ചുറ്റുപാടുകളിൽ നിന്ന് അവൻ എന്തൊക്കെയോ പഠിക്കുകയാണ്. മറ്റു കുട്ടികൾക്ക് നാരായണൻ്റെ ഈ പെരുമാറ്റം തീരെ മനസ്സിലായില്ല. കുടിപ്പള്ളിക്കൂടത്തിലെ പഠനം അവസാനിക്കാറായി. അവൻ കൂട്ടുകാരോട് യാത്ര പറയാനൊരുങ്ങി. അവർ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി നിന്നു. ഈ ബാലനാണ് ലോകം മുഴുവൻ ആദരിക്കുന്ന ശ്രീ നാരായണ ഗുരുവായി വളർന്നത്. മറ്റുള്ളവരെ സഹായിച്ചും ചുറ്റുപാടുകളിൽ നിന്നും പഠിച്ചും അദ്ദേഹം അറിവ് നേടി. എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ അദ്ദേഹം പഠിപ്പിച്ചു. ഇതിൽ നിന്നൊരു പോയിന്റ് ഉള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ കുട്ടിക്കാല നാമമാണ് നാണു. ഓക്കെ. കൂടെ പഠിക്കുന്ന ആൾ സഹപാഠി, നയിക്കുന്ന ആൾ നേതാവ്, അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ. അടുത്തത് ഖലീഫയുടെ കൊട്ടാരം. ഒരിക്കൽ ഒരു സംഘം ആളുകൾ ഖലീഫ ഉമറിനെ കാണാൻ വന്നു. അന്യദേശക്കാരായി അവർ ഏറെ ദൂരം സഞ്ചരിച്ചാണ് അവിടെ എത്തിയത്. അവർ ചുറ്റുപാടും ശ്രദ്ധിച്ചു. നിറയെ കൊച്ചു വീടുകൾ. ഇവിടെ കൊട്ടാരമൊന്നും കാണുന്നില്ലല്ലോ, നമുക്ക് വഴി തെറ്റിയതാവും, കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു. തിരിച്ചു പോയാലോ? മറ്റൊരാൾ പറഞ്ഞു. ഖലീഫയെ കാണാതെ അവർക്ക് മടങ്ങിപ്പോകാൻ കഴിയുമായിരുന്നില്ല. അതാ ചെറിയൊരു കൂര, മുമ്പിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. അവർ അയാളോട് ചോദിച്ചു, ഖലീഫ ഉമറിൻ്റെ കൊട്ടാരം ഏതാണ്? ഇതാ ഇത് തന്നെ. അയാൾ ആ ചെറിയ വീട് ചൂണ്ടിക്കാണിച്ചു. അവർ വിസ്മയിച്ചു പോയി. അപ്പോൾ നിങ്ങളോ? കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. ഞാൻ ഖലീഫയുടെ ഭൃത്യൻ അസ്ലം. ഖലീഫ ഇവിടെയുണ്ടോ? ഞങ്ങൾക്ക് അദ്ദേഹത്തെ നേരിൽ കാണാൻ പറ്റുമോ? സംഘത്തലവൻ ആരാഞ്ഞു. ഇല്ല, അദ്ദേഹം പതിവ് യാത്രക്കായി പുറത്തു പോയിരിക്കുകയാണ്. കൂടെ അകമ്പടിക്കാരും ഉണ്ടാവുമല്ലോ. അസ്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ല, ജനസേവനത്തിന് പോകുമ്പോൾ കൂടെ പരിവാരങ്ങൾ പാടില്ല. അതാണ് ഖലീഫയുടെ രീതി. അദ്ദേഹം എപ്പോഴാണ് തിരിച്ചെത്തുക? അവർ ആകാംക്ഷയോടെ ചോദിച്ചു. എവിടെ പോകുന്നുവെന്നും എപ്പോൾ തിരിച്ചു വരുമെന്നും ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അസ്ലമിൻ്റെ മറുപടി കേട്ട് ഖലീഫയെ കാണാൻ വന്നവർ തിരിച്ചു നടന്നു. കുറേ ദൂരം നടന്നപ്പോൾ മരത്തണലിൽ തളർന്നു കിടക്കുന്ന ഒരാളെ അവർ കണ്ടു. അവർ ആ മനുഷ്യൻ്റെ അടുത്തു ചെന്നു. ഖലീഫ ഉമർ ഈ വഴിയെങ്ങാനും പോകുന്നത് നിങ്ങൾ കണ്ടോ? അയാൾ മെല്ലെ തല ഉയർത്തി നോക്കി. നിങ്ങൾ എവിടത്തുകാരാണ്? എന്തിനാണ് ഇവിടെ വന്നത്? ഞങ്ങൾ ഇറാഖുകാരാണ്. ഖലീഫയെ ഒന്ന് നേരിൽ കാണണമായിരുന്നു. അയാൾ എഴുന്നേറ്റു. ഞാൻ കാണിച്ചു തന്നാൽ പോരെ? വന്നവർക്ക് സന്തോഷമായി. അവർ ഒപ്പം നടന്നു. ആ മനുഷ്യൻ സംസാരിച്ചു കൊണ്ടിരുന്നു. ഞാനിന്നൊരു തോട്ടം കണ്ടു. ചെടികൾ ആകെ ഉണങ്ങിക്കരിഞ്ഞിരിക്കുന്നു. ഞാൻ തോട്ടത്തിൻ്റെ ഉടമയെ ചെന്നു കണ്ടു. പാവം, വൃദ്ധനും അവശനുമാണ് അയാൾ. അതിനാൽ തോട്ടം നനയ്ക്കുന്ന ജോലി ഞാൻ ഏറ്റെടുത്തു. ആ വൃദ്ധന് എത്ര സന്തോഷമായെന്നോ. നടന്നു നടന്ന് അവർ ചെന്നു നിന്നത് മുമ്പ് കണ്ട ചെറിയ വീടിൻ്റെ മുന്നിലായിരുന്നു. നേരത്തെ കണ്ട ഭൃത്യൻ അസ്ലം വാതിൽക്കൽ നിൽപ്പുണ്ട്. വരൂ, നമുക്ക് വീട്ടിൽ കയറി ഇത്തിരി വിശ്രമിക്കാം, വഴികാട്ടി പറഞ്ഞു. അസ്ലം അദ്ദേഹത്തെ ബഹുമാനത്തോടെ എതിരേറ്റു. സംഘങ്ങൾ തമ്മിൽ പറഞ്ഞു, ഖലീഫ ഉമർ. അതെ, ഖലീഫ ഉമർ. അദ്ദേഹം പുഞ്ചിരിച്ചു. ഇതിലേക്ക് പദശേഖരത്തിലേക്ക് ഭൃത്യൻ, വേലക്കാരൻ, അകമ്പടി അതായത് കൂടെ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ സേവകർ. പരിവാരങ്ങൾ മീൻസ് അകമ്പടി പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ സൈന്യം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ആഗതർ പറഞ്ഞാൽ വന്നവർ. അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിൽ നിന്നുള്ള പദശേഖരം.
അടുത്തത് 9ാമത്തെ ചാപ്റ്ററാണ് അറിയാൻ അറിയിക്കാൻ. കളിഫോൺ ഉണ്ടാക്കാം, പേപ്പർ ഗ്ലാസ് കൊണ്ടുള്ള കളിഫോൺ. അടുത്തതൊരു കവിതയാണ്, ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയാണ് വാർമഴവില്ല്. നമുക്ക് ഓരോ വരികളും നോക്കിപ്പോകാം. കവിത ചൊല്ലുന്നത് ഈണത്തിൽ ചൊല്ലുവാൻ പറ്റുന്നവർക്കുള്ള പണിയാണ്. ഓക്കെ, മഴവില്ല്. പദശേഖരത്തിലേക്ക് 2 വേർഡ്സാണുള്ളത്. അഴക്, തെല്ല്. അഴക് മീൻസ് ഭംഗി. അടുത്തത് തെല്ല്. തെല്ലു, അഴകിൻ തെല്ലേ പോകല്ലേ. അപ്പം തെല്ല് പറഞ്ഞാൽ അല്പം. നമ്മൾ തെല്ല് എന്ന് പറയാറുണ്ടല്ലോ, അല്പം. അപ്പോൾ ഇത്രയാണ് ഈ കവിതയിൽ നിന്നിട്ടുള്ള പദശേഖരത്തിലേക്കുള്ള വേർഡ്സ്. അടുത്തത് ആകാശവാണി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ റേഡിയോ. ആളുകൾ വാർത്തകൾ അറിയാൻ പത്രങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന കാലത്താണ് ഞാൻ ജനിച്ചത്. വാർത്തകൾ ഏറ്റവും വേഗത്തിൽ അറിയിക്കാൻ അവർ എൻ്റെ സഹായം തേടി. അതിനുവേണ്ടി റേഡിയോ നിലയങ്ങൾ തുടങ്ങി. അങ്ങനെ ലോകം മുഴുവൻ ഞാൻ എത്തി. ഒരു ദിവസം കഴിഞ്ഞാണ് പത്രത്തിലൂടെ വാർത്ത ലഭിക്കുന്നത്. ഞാൻ ദിവസം 3 നേരവും വാർത്തകൾ നൽകി. അതോടെ ജനങ്ങൾ എന്നിലൂടെ വാർത്തകൾ അറിഞ്ഞു തുടങ്ങി. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. ആ വാർത്ത പറഞ്ഞപ്പോൾ എൻ്റെ ശബ്ദം ഞാൻ പോലും അറിയാതെ ഉച്ചത്തിലായി. ഇന്ത്യ സ്വതന്ത്രമായി, ഇന്ത്യ സ്വതന്ത്രമായി. നമ്മുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അന്ന് രാജ്യത്തോട് സംസാരിച്ചത് ഇപ്പോഴും ഓർത്തുപോകുന്നു. ലോകം ഉറങ്ങുകയാണ്, ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് ഉണരുകയാണ്. പിന്നെയും എത്രയെത്ര വാർത്തകൾ. നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സംഭവം എന്നിലൂടെയാണ് ലോകം ആദ്യം അറിഞ്ഞത്. വലിയ വ്യസനത്തോടെയാണ് ആളുകൾ ആ വാർത്ത ശ്രവിച്ചത്. ഞാനും തേങ്ങൽ ഉള്ളിലൊതുക്കി. മനുഷ്യൻ എവറസ്റ്റ് കീഴടക്കിയതും ചന്ദ്രനിൽ കാലുകുത്തിയതും ലോകം അറിഞ്ഞത് ഞാൻ പറഞ്ഞാണ്. ആ വാർത്ത കേട്ടവർ അത്ഭുതപ്പെട്ടു. പടക്കം പൊട്ടിച്ചും നൃത്തം ചവിട്ടിയും ആഹ്ലാദം പ്രകടിപ്പിച്ചത് ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയം തുടിച്ചു. വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന ജോലി മാത്രമായിരുന്നല്ല എനിക്കുണ്ടായിരുന്നത്. വിനോദവും വിജ്ഞാനവും ലഭിക്കുന്ന ധാരാളം പരിപാടികൾ ഞാൻ അറിയിച്ചിരുന്നു. കുട്ടികൾക്ക് മാത്രമായുള്ള പ്രത്യേക പരിപാടികൾ എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. ദൂരത്തു നിന്നുള്ള കളികളുടെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ കേൾപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെയാണ് ക്രിക്കറ്റും ഫുട്ബോളും ഹോക്കിയും എല്ലാവർക്കും പ്രിയപ്പെട്ട കളികളായത്. ദൃക്സാക്ഷി വിവരണം കേൾക്കാൻ കളിക്കമ്പക്കാർ തടിച്ചുകൂടിയ കാലം എനിക്ക് മറക്കാൻ കഴിയില്ല. ശ്രോതാക്കളുടെ ആരവങ്ങൾ ഇപ്പോഴും കാതിലുണ്ട്. പാട്ടുകൾ സാധാരണക്കാർ കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് എൻ്റെ വരവോടെ ആയിരുന്നു, പ്രത്യേകിച്ച് സിനിമാ ഗാനങ്ങൾ. പിന്നീട് സിനിമകൾ കേൾക്കാൻ തുടങ്ങി. സിനിമകൾ കേൾക്കാനോ? അത്ഭുതം തോന്നുന്നുണ്ടോ? ചലച്ചിത്ര ശബ്ദരേഖ എന്നായിരുന്നു ആ പരിപാടിയുടെ പേര്. എത്രയെത്ര നാടകങ്ങളാണ് ഞാൻ കേൾപ്പിച്ചതെന്നോ. അത് കേൾക്കാൻ ജനങ്ങൾ കൂട്ടത്തോടെ വായനശാലകൾക്ക് മുമ്പിലും ചായക്കടകൾക്ക് മുമ്പിലും കാത്തുനിന്നു. പണച്ചെലവ് കാരണം എന്നെ സ്വന്തമാക്കാൻ പലർക്കും സാധിച്ചിരുന്നില്ല. ഒരു വലിയ മരപ്പെട്ടിയായിരുന്നു പണ്ട് ഞാൻ. വാൽവ് റേഡിയോ എന്നതായിരുന്നു പേര്. പക്ഷേ എൻ്റെ രൂപം പിന്നീട് ചെറുതാക്കി. ട്രാൻസിസ്റ്റർ എന്ന് പേരിട്ടു. ആളുകളുടെ കയ്യിൽ തൂങ്ങി നടക്കുന്നത് എനിക്കും ഒരു ഗമയായി. മിക്ക വീട്ടിലും ഞാനൊരു കുടുംബാംഗമായി. കീശയിൽ കൊണ്ടു നടക്കാൻ പാകത്തിൽ പിന്നെയും ഞാൻ ചെറുതായി. പോക്കറ്റ് റേഡിയോ എന്ന് ആളുകൾ വിളിക്കാനും തുടങ്ങി. ഇപ്പോൾ മൊബൈൽ ഫോണിലും ഞാനുണ്ട്, FM റേഡിയോ. എനിക്കൊരു സഹോദരൻ പിറന്നു. ടെലിവിഷൻ എന്നാണ് അവന് പേരിട്ടത്. ആളുകൾ അവനെ കൂടുതൽ ഓമനിക്കാൻ തുടങ്ങി. കേൾക്കുന്നതിനൊപ്പം കാണാനും കഴിയുന്ന തരത്തിൽ അവൻ വാർത്തകൾ വായിക്കാൻ തുടങ്ങിയതോടെ ആളുകളുടെ കൗതുകവും കൂടിക്കൂടി വന്നു. വീട്ടിലിരുന്ന് സിനിമ കാണാനും മറ്റ് പരിപാടികൾ കണ്ട് രസിക്കാനും കഴിഞ്ഞു. ഇന്ന് ടെലിവിഷൻ ഇല്ലാത്ത വീടുകൾ കുറവാണ്. കുട്ടികൾ അതിനു മുമ്പിൽ ചടഞ്ഞിരുന്ന് പഠിക്കാതായി എന്ന പരാതി പോലും വന്നു തുടങ്ങിയിരിക്കുന്നു. എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ. കണ്ടാൽ മാത്രം പോരാ, കേൾക്കുകയും വേണം. കേൾക്കുന്ന കാര്യങ്ങൾ മനക്കണ്ണിൽ കാണുമ്പോഴാണ് ചിന്ത വളരുന്നത്. എനിക്കിനിയും അനുജന്മാരുണ്ടായേക്കാം. അവർ കൂടുതൽ കേമന്മാരാവാം. അപ്പോഴും എല്ലാവരും എന്നെ ഓർമ്മിക്കും. മൂക്കിലിരിക്കുന്ന സുന്ദരി പെണ്ണിൻ്റെ മൂക്ക് തിരിച്ചാൽ പാട്ടു കേൾക്കാം.
ആരോ എന്നെക്കുറിച്ചുണ്ടാക്കിയ കടങ്കഥയാണിത്. നിങ്ങൾക്ക് ചെവികൾ ഉള്ളിടത്തോളം കാലം നല്ല പാട്ടുകൾ കേൾപ്പിക്കാൻ ഞാനും ഉണ്ടാവും. അപ്പോൾ കടങ്കഥയാണ് റേഡിയോനെ കുറിച്ച്. മൂക്കിലിരിക്കുന്ന സുന്ദരി പെണ്ണിൻ്റെ മൂക്ക് തിരിച്ചാൽ പാട്ട് കേൾക്കാം. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഇതിൽ നിന്ന്. കടങ്കഥ ഇനിയുണ്ട്. കോലോട് പറഞ്ഞാൽ കോളാമ്പി പറയും മൈക്ക്. കോലോട് പറഞ്ഞാൽ കോളാമ്പി പറയും മൈക്ക്. പുറത്ത് തൊട്ടാൽ അകത്ത് കിലുങ്ങും. എന്താ ഉത്തരം? ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. 3ാം ക്ലാസ്സിലെ മലയാളം നമ്മൾ ഇന്നത്തോടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയുക. ഇനിയുള്ള അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അതും പറയാം. മറ്റേതെങ്കിലും സബ്ജക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പറയാം. EVS നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. സീ യു അഗെയിൻ.